എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ദിവസങ്ങൾ വേഗത്തിൽ കൊഴിയുന്നു, മണിക്കൂറുകൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസങ്ങളും ആഴ്ചകളും നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഓടുന്നത് പോലെ തോന്നാൻ കാരണം എല്ലാവർക്കും അങ്ങനെ തോന്നാറില്ല. ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു ദിവസം ഒരു വർഷം പോലെ തോന്നും. വളരെ തിരക്കുള്ളവർക്ക്, ജീവിതം അടുക്കും ചിട്ടയുള്ളവർക്ക് 1000 വർഷം ഒരു ദിവസം പോലെ തോന്നും. അതാണ് കർത്താവിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. അതായത് കർത്താവിന് വളരെ കാര്യങ്ങളെല്ലാം ഓർഡറായിട്ട് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് കർത്താവിന് എല്ലാം വളരെ ചെറുതായി തോന്നും. ചിലർക്ക് ചെറിയ കാര്യം പോലും വലുതായിട്ടും തോന്നും. ഇങ്ങനെ ഒരു കാര്യം, അത് ഓരോ വ്യക്തികൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് പോലെ ഇരിക്കും. കഠിനാധ്വാനം ചെയ്യാൻ പോലും നമ്മളത് ആസ്വദിച്ചാൽ മാത്രമേ നമുക്കത് കഠിനാധ്വാനമായി ചെയ്യാൻ കഴിയൂ. ചില കാര്യങ്ങളിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും. ഉസൈൻ ബോൾട്ട് എന്ന ഓട്ടക്കാരൻ, അദ്ദേഹം ഫുട്ബോൾ കളിക്കാരനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഓട്ടം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ കോച്ച് പറഞ്ഞു, നിനക്ക് ഇതിനേക്കാൾ നന്നായിട്ട് 100 മീറ്റർ ഓട്ടത്തിൽ വലിയ നേട്ടങ്ങൾ കണ്ടെത്താൻ കഴിയും. ഫുട്ബോളിലുള്ള തൻ്റെ കഠിനാധ്വാനം, ഫുട്ബോൾ താൻ വളരെയധികം ആസ്വദിക്കുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം 100 മീറ്റർ ഓട്ടം, ആ ഓട്ടത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. കാരണം അദ്ദേഹം അത് ആസ്വദിക്കാൻ തുടങ്ങി. ഒരു കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യണമെങ്കിൽ നാം അത് ആസ്വദിക്കണം. കുടുംബജീവിതം ആസ്വാദ്യമാണെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാം കഠിനാധ്വാനം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഞാൻ എന്തിനു കഷ്ടപ്പെടണം, എൻ്റെ വീട് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ പിള്ളേരിങ്ങനെയാണ്, എനിക്ക് എൻ്റേതായ ചില തീരുമാനങ്ങൾ എടുക്കണം, ഞാൻ അങ്ങനെ കഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് പലരും ഉഴപ്പുന്നതിൻ്റെ കാരണം ആസ്വദിക്കാൻ ആ കുടുംബത്തിലൊന്നുമില്ല. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടണമെങ്കിൽ കുടുംബജീവിതം ആസ്വാദ്യമായി മാറണം. അല്ലെങ്കിൽ മനസ്സ് മടുക്കും. ചിലപ്പോൾ വീട്ടിലെ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും കുടുംബജീവിതം ആനന്ദകരമാക്കാൻ ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾ ഭർത്താവിന് ഒരു ആനന്ദമായി തീർന്നാൽ, മക്കൾ ഒരു ആനന്ദമായാൽ, ആ മനുഷ്യൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും, രാപ്പകൽ കഷ്ടപ്പെടും, തൻ്റെ ജീവൻ വരെ ആ കുടുംബത്തിന് വേണ്ടി കൊടുക്കും. അതാണ് പുരുഷൻ്റെ പ്രത്യേകത. അതായത് ആ വീട് ആസ്വദിക്കാനുള്ള ഒരിടമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരണം. എങ്കിൽ നാടുവിടാനും കഷ്ടപ്പെടാനും ത്യാഗം ചെയ്യാനും ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവൻ അതിനുവേണ്ടി ചെലവാക്കാനും ആ മനുഷ്യൻ തയ്യാറാണ്. ആസ്വദിക്കുന്നതിനെ കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് കഴിയും എന്ന ചിന്ത നിങ്ങൾ വിസ്മരിച്ച് കളയരുത്. നമുക്കിന്ന് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? യെശയ്യാ പ്രവചനത്തിലെ 53-ലെ വാക്യങ്ങളാണത്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. അത് മോശയെക്കുറിച്ചല്ല, അത് അബ്രഹാമിനെ കുറിച്ചോ ഇസഹാക്കിനെ കുറിച്ചോ യാക്കോബിനെ കുറിച്ചോ അല്ല. അതെല്ലാം അവരവരുടെ ജീവിതത്തിൽ വിജയികളായി, അവർ നേട്ടങ്ങൾ ഉണ്ടാക്കി, അവർ ഉന്നതന്മാരായി. ആ കാര്യം കേട്ടവർക്കൊന്നും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുകയുമില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നേട്ടങ്ങളുള്ളത്. കാരണം അബ്രഹാമും ഇസഹാക്കും യാക്കോബും ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ്. മോശ ജീവിച്ചതും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. എന്നാൽ യേശു കുറച്ചുകൂടി എടുത്തു പറയാം, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയായിരിക്കുമ്പോൾ തന്നെ തനിക്ക് വേണ്ടിയല്ല ജീവിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി. ആ കോതമ്പ് മണി നിലത്ത് വീണ് ചത്തു. വളരെ വിളവുണ്ടാകാൻ വേണ്ടി നിലത്ത് വീണ് ചാകേണ്ടി വന്നു. യേശുവിന് വേണ്ടിയല്ല മരിച്ചത്,
യേശുവിൽ പാപമില്ലായിരുന്നു. യേശു മരത്തിൽ തൂങ്ങി ശപിക്കപ്പെട്ടവനായത് യേശു അനുഗ്രഹിക്കപ്പെടാനല്ല. അവനൊരു അനുഗ്രഹമാണ്. അബ്രഹാം ഒരു അനുഗ്രഹമാണെങ്കിൽ യേശു ഒരു അനുഗ്രഹമാണ്. യേശു അടികളേറ്റത് യേശുവിന് സൗഖ്യമാകാനല്ല. യേശുവിൽ പാപമോ രോഗമോ ഇല്ലായിരുന്നു. അപ്പോൾ അടികൾ കൊണ്ട് സൗഖ്യം കൊണ്ടുവന്നത് യേശുവിന് വേണ്ടിയല്ല. യേശു അധ്വാനിച്ചത്, യേശു വിലമുടക്കിയത്, യേശു ത്യാഗം ചെയ്തത് എല്ലാം യേശുവിന് വേണ്ടിയല്ല. യേശു ചെയ്തത് മുഴുവനും നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് യെശയ്യാവ് 53:11 അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ദൈവം പ്രയത്നഫലം കണ്ട് ദൈവം തൃപ്തനായി, യേശു കർത്താവും തൃപ്തനായി. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. പിതാവിൻ്റെ സന്തോഷം, പിതാവിൻ്റെ സംതൃപ്തി, എൻ്റെ മകൻ അനേകർക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്നു. അതുകൊണ്ട് അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. യേശുവിനെ തകർക്കും തോറും ദൈവത്തിന് ലാഭമാണ് ഉണ്ടായതെന്ന്. 10-ാം വാക്യം, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുക യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അകൃത്യയാഗം, മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി യാഗമാവുക, അതാണ് അകൃത്യയാഗം. അകൃത്യയാഗമായി തീർന്നു. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചെന്ന്. അകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുകയും ദീർഘായുസ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ വാക്യങ്ങളൊക്കെ എത്രയും വിലപ്പെട്ടതാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യെശയ്യാവ് ചോദിക്കുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. 800 വർഷങ്ങൾക്കപ്പുറം ഇത് സംഭവിക്കുമെന്ന് സംഭവിക്കും മുമ്പേ യെശയ്യാവ് മുൻകൂട്ടി പറയുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും? അടുത്ത വാക്യം 12-ാം വാക്യം, അതുകൊണ്ട് അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുത്തു. ആരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. മഹാന്മാരോടുകൂടെ ഓഹരി. മഹാന്മാരുടെ കല്ലറയിലാണ് അടക്കപ്പെട്ടത്. ബലവാന്മാരോടുകൂടെ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ അനേകരുടെ അകൃത്യം വഹിക്കുവാൻ 2 കള്ളന്മാരുടെ നടുവിൽ കൈവിരിച്ച് നഗ്നനായി ആണിതറക്കപ്പെട്ടവനായി അടിയേറ്റവനായി തൂങ്ങിക്കിടന്ന് ജീവൻ പോയി രക്തം വാർന്നു മരിച്ച യേശുവിനെ കുറിച്ചാണ്. യേശു ജനിക്കുന്നതിന് 800 വർഷം മുമ്പ് യെശയ്യാവ് പറയുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു? ഇതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. മോശയെക്കുറിച്ച് ഏലിയാവിനെ കുറിച്ചും ഒക്കെ വായിക്കുമ്പോൾ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെയുള്ളവരെ കുറിച്ച് കേൾക്കുന്ന പോലെയൊക്കെ ഉള്ളൂ. എന്താണ്? അവരെല്ലാം അവർക്ക് വേണ്ടി ഒരു ചരിത്രമുണ്ടാക്കി. മോശ മഹാനായി, യോശുവ മഹാനായി, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബും വലിയ പിതാക്കന്മാരായി. അവരെല്ലാം ഹിസ്റ്ററി മേക്കേഴ്സായി. അവർക്ക് കൊള്ളാം, അവരവർ ഉയർന്നു. മെസ്സിക്ക് വലിയ വിജയമുണ്ടായാൽ മെസ്സിക്ക് കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഈ ഫ്ലെക്സ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂകി വിളിക്കുന്ന വഴക്കിടുന്നവർക്കോ അവർ ജോലി ചെയ്താൽ അവർക്ക് കൊള്ളാം. അവർ ജോലിക്ക് പോയാൽ, അല്ലെങ്കിലോ നാളെ ഫ്ലെക്സ് വെക്കാൻ കാശ് വേണ്ടേ? ഈ പ്രാവശ്യം കേരളം മുഴുവനും കണ്ടൊരു കാഴ്ച, പണ്ടൊക്കെ ഒറ്റക്ക് അർജന്റീന ഫാൻസ് അവരുടെ ഫ്ലെക്സ് ഒറ്റക്ക് വലുതായിട്ട് വെക്കും. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആൾക്കാർ ഫാൻസ് ഉണ്ട്, അവരുടെ ഫ്ലെക്സ് വലുതായിട്ട്. ഓരോ ടീമും ഫ്രാൻസിൻ്റെ ആ ഫാൻസ് ഉണ്ട്, അവർ വെക്കും. ഫ്രാൻസിലുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും. എന്നാൽ ഈ പ്രാവശ്യത്തെ പ്രത്യേകത, എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഫ്ലെക്സ് വെച്ചത്. അർജന്റീന, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആൾക്കാർ,
സ്പെയിൻ്റെ ആൾക്കാർ എല്ലാം കൂടി ചേർന്ന് വലിയൊരു കട്ടൗട്ട് ഒരുമിച്ച് യൂണിറ്റി 4 ഗ്രൂപ്പിൻ്റെ ഫാൻസും എല്ലാം കൂടി ഒറ്റ ഫാനായിട്ട് മാറി, ഒന്നിച്ച് കറങ്ങാൻ തുടങ്ങി. അതിനകത്തൊരു ഐക്യതയുണ്ടായി. സന്തോഷമാണ്, കാശ് ലാഭിക്കാൻ വേണ്ടിയാണ്. അത് പറയുന്നത് ഇനി ഇങ്ങനെ കാശ് കളയാൻ ഞാനില്ല. വേറൊരു രസമുണ്ടായത്, ഈ ജേഴ്സി വാങ്ങുമല്ലോ. അപ്പോൾ ഒരാൾ കടയിൽ ചെന്നുകൊണ്ട് ജേഴ്സി വാങ്ങി. എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജേഴ്സി വേണം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജേഴ്സി പിറ്റേ ദിവസം വന്നിട്ട് പറയും, എനിക്ക് ഈ ജേഴ്സി വേണ്ട, എനിക്ക് ഫ്രാൻസിൻ്റെ എംബാപ്പയുടെ വേണം. അങ്ങനെ എംബാപ്പയുടെ നമ്പറിലുള്ളത് ഇട്ടു. അടുത്ത ദിവസം ചെന്നിട്ട്, അയ്യോ ഇതെനിക്ക് കറക്റ്റ് ആകുന്നില്ല. ഓരോ ദിവസവും മാറി മാറി മേടിക്കുന്ന ആൾക്കാരൊക്കെ ഈ പ്രാവശ്യം ബുദ്ധിമാന്മാർ. മനസ്സിലായി, ഓരോ ആൾക്കാർക്ക് വേണ്ടി ജേഴ്സി മേടിക്കാനുള്ളവരല്ല നാം ജയാളികളാകാൻ ദൈവം നമ്മെ വിളിച്ചതാണെന്ന്. നല്ല കാര്യം. ആര് ജയിച്ചാലും നമുക്ക് വേണ്ടി ഒരുവൻ 2000 വർഷം മുമ്പ് ക്രൂശിൽ ജയിച്ചു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ ജീസസ് എവരിഡേയിലൂടെ കേൾപ്പിക്കുകയാണ്. ആര് വിശ്വസിക്കും? നിങ്ങളുടെ ജയം ഒരുവൻ 2000 വർഷം മുമ്പ് ഉറപ്പിച്ചെന്ന്. അതായത് ഒരുവൻ വേൾഡ് കപ്പ് നേടി ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ്റെ കയ്യിൽ നിന്ന് ആ അധികാരങ്ങൾ പിടിച്ചു വാങ്ങി. അങ്ങനെ ഒരു വലിയ ജയം, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. എല്ലാ കളിയും ജയിക്കുമ്പോൾ ഒരു ജയോത്സവമുണ്ട്, ഭയങ്കരാഘോഷമാണ്. അതൊരു വേൾഡ് കപ്പിൻ്റെ അവസാന ദിവസമൊക്കെ കാണുമ്പോഴറിയാം. എല്ലാ ദിവസത്തെ കളി ജയിക്കുമ്പോൾ ജയിച്ച ടീമിൻ്റെ കൂടെ ഗാലറിയിലുള്ളവർ ആഘോഷിക്കുന്ന ആഘോഷം, ജയോത്സവം. യേശു ജയോത്സവം കൊണ്ടാടി. പിശാചിൻ്റെ പദ്ധതികൾ തകിടം മറിഞ്ഞു. അവൻ വിചാരിച്ചത് അവൻ്റെ ഒപ്പം എല്ലാം നരകത്തിലോട്ട് വരും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രോഗം, ശാപം, ബന്ധനത്തിൽപ്പെട്ട് ഒടുവിൽ പിശാചിൻ്റെ കൂടെ ഇവരെല്ലാം നരകത്തിലോട്ട് വരുമെന്നാണ്. എന്നാൽ നരകം കാലിയാകുന്നതും സ്വർഗം നിറയുന്നതും തോറ്റ പിശാചിനെ നോക്കി നിന്ന് കാണേണ്ടി വന്നു. അതാണ് ക്രൂശിലൂടെ യേശു ചെയ്തത്. ഞങ്ങൾ ഈ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേട്ട വചനങ്ങൾ, ഇന്ന് കേട്ട ആലോചനകൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ ഇത് കേൾക്കുന്നവർക്ക് കൃപയുണ്ടാകട്ടെ. കേൾക്കുന്നവർ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. വിടുതലുകൾ പ്രാപിക്കട്ടെ, ഉയർച്ചകൾ പ്രാപിക്കട്ടെ, നന്മകൾ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുവാൻ കർത്താവ് നമ്മെ വിളിച്ചത്. ആ വിശ്വാസം വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ വ്യാഴാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന നമുക്കുണ്ട്. നമുക്ക് ഒരുമിച്ച് കൂടാം. അത് രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചാണ്. ഒരുമിച്ച് വന്ന് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു.
വിശുദ്ധ Blessed be the name. ചേർന്ന് Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord Most High. Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord Most High. The name of the Lord, a strong tower. The righteous run into it, and they are saved. The name of the Lord is a strong tower. The righteous run into it, and they are saved. കർത്താവിന്റെ നാമം, കർത്താവിന്റെ നാമം, ബലമുള്ള ഗോപുരം, വിശുദ്ധനാം ചേക്കേറും ആലയം. കർത്താവിന്റെ നാമം, ബലമുള്ള ഗോപുരം, വിശുദ്ധനാം ചേക്കേറും ആലയം. Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord Most High. Blessed be the name of the Lord. Blessed be the name